ചിങ്ങക്കൂറുകാരുടെ അതായത് മെയ് മാസം 12-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ചിങ്ങരാശിക്കാരുടെ ഒരു ഫലം നമുക്ക് നോക്കാം. മകം പൂരം ഉത്രം. ഈ ഒരാഴ്ച ചിങ്ങരാശിക്കാർക്ക് പൊതുവേ ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങൾ, ചിങ്ങരാശിക്കാരുടെ നേതൃത്വ ഗുണങ്ങൾ പ്രകടമാവുകയും ഒപ്പം മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുകയും ചെയ്യും. പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും വളരെ അനുകൂലമായിട്ടുള്ളൊരാഴ്ചയാണ് ചിങ്ങരാശിക്കാർക്ക് മെയ് 12 മുതൽ 18 വരെ ഉള്ളത്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. പുതിയ പദ്ധതികളൊക്കെ ഏറ്റെടുക്കുന്നു. മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയൊക്കെ തന്നെ പ്രശംസ നേടാനും സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സ്ഥാനക്കയറ്റത്തിലുള്ള സാധ്യതകൾ ഉള്ള ആളുകൾക്ക് അവ ലഭിക്കാൻ സാധിക്കുന്നു. ജോലി സ്ഥലങ്ങളിൽ, പ്രവൃത്തി മണ്ഡലങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. അപ്പോൾ ഫലപ്രദമായിട്ട് ആശയവിനിമയം നടത്തുക. നമ്മുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ആശയങ്ങൾ, മികച്ച ആശയങ്ങളൊക്കെ തന്നെ നന്നായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കണം. അപ്പോൾ അതിലൂടെയൊക്കെ തന്നെ നമുക്കൊരു വിജയം കാണുന്നുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങൾ ചിങ്ങക്കൂറുകാർ നോക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ ഈ ആഴ്ച നല്ല ഫലങ്ങൾ നൽകും. പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു വരാം. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ കടം കൊടുത്തിട്ടുള്ള കാശ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ലഭിക്കുവാനുള്ള മാറേണ്ട ബില്ലുകളെല്ലാം ഉണ്ടെങ്കിലോ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാശൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ച് ലഭിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിങ്ങക്കൂറുകാർ ഈ ഒരാഴ്ച അനാവശ്യ ചിലവുകൾ ഉണ്ടാകാം. അപ്പോൾ അത് ആ ചിലവുകൾ നമ്മളൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കണം. കുടുംബാംഗങ്ങളുമായിട്ട് സന്തോഷകരമായ സമയം ചെലവഴിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ചിങ്ങക്കൂറുകാർ ശ്രമിക്കണം. അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ തന്നെ കൂടുതൽ അടുപ്പം കാണിക്കും, സംസാരിക്കും, യാത്രകളൊക്കെ പോകാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആരോഗ്യപരമായിട്ടും ആരോഗ്യകാര്യങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് ഈ ഒരാഴ്ച വളരെ നല്ലതായിരിക്കും. വളരെ ഊർജ്ജസ്വലത അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ ഊർജ്ജത്തോടു കൂടി ഈ ഒരാഴ്ച മുന്നോട്ട് പോകും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ അവയെ അവഗണിക്കരുത് കേട്ടോ. അത് തുടക്കത്തിലെ തന്നെ വൈദ്യസഹായം നേടണം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും വച്ച് താമസിപ്പിക്കരുത്. ഒപ്പം കൃത്യമായൊരു വ്യായാമം, ഒരു ദിനചര്യ, ഭക്ഷണക്രമം ഇവയൊക്കെ പിന്തുടരണം. ഈ ഒരാഴ്ചയും ശ്രദ്ധിക്കണം. ഈ ഒരാഴ്ച മാത്രമല്ല, അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരാഴ്ച ചിങ്ങക്കൂറുകാർ വളരെ ശ്രദ്ധിക്കണം. പ്രണയ ജീവിതത്തിൽ സന്തോഷവും റൊമാൻസും ഒക്കെ നിറയും. പ്രിയപ്പെട്ട ആളുകളുമായിട്ടൊക്കെ തന്നെ ഇവിടെയും നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ളൊരു അവസരം നമുക്ക് ലഭിക്കും. പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരാഴ്ച വളരെ അനുകൂലമാണ്. പൊതുവിൽ ചിങ്ങരാശിയിലുള്ള ആളുകൾക്ക് ഈ ആഴ്ച പുതിയ അവസരങ്ങളും നേട്ടങ്ങളും കൈവരും. ആത്മവിശ്വാസം ഉയർത്തുന്ന സംഭവങ്ങളുണ്ടാകും. എല്ലാ കാര്യങ്ങളും നല്ലൊരു കാഴ്ചപ്പാട് നിലനിർത്തണം. ചിങ്ങരാശിയിലുള്ളവർക്കൊക്കെ ദിവസവും സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നത് ഗുണകരമാവും. ഒന്ന്, പ്രപഞ്ചത്തിൽ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരം സൂര്യഭഗവാനാണ്. അപ്പോൾ രാവിലെ പ്രഭാതത്തിൽ സൂര്യോദയ ശ്ലോകമൊക്കെ ചൊല്ലുന്നത് നല്ലതാണ്. അത് അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചാൽ ജീവിതം മംഗളമാകുമെന്നാണ് ഒരു വിശ്വാസം നമ്മുടെ ഇടയിലുള്ളത്, ഹിന്ദുക്കളുടെ ഇടയിലുള്ളത്. അപ്പോൾ സൂര്യോദയ ശ്ലോകം, അതായത് ബ്രഹ്മസ്വരൂപമുദയേ മധ്യാഹ്നേതു മഹേശ്വരം സായംകാലേ സദാവിഷ്ണു ത്രിമൂർത്തിച്ച ദിവാകര. ഒരിക്കൽ കൂടി പറയാം. സൂര്യോദയ ശ്ലോകം ബ്രഹ്മസ്വരൂപമുദയേ മധ്യാഹ്നേതു മഹേശ്വരം സായംകാലേ സദാവിഷ്ണു ത്രിമൂർത്തിച്ച ദിവാകര. സൂര്യോദയ ശ്ലോകമൊക്കെ തന്നെ രാവിലെ ചിങ്ങരാശിക്കാർ ചൊല്ലുന്നത് നല്ലതാണ്. ഈ ഒരാഴ്ച മെയ് 12 മുതൽ 18 വരെയുള്ളൊരാഴ്ച ചിങ്ങരാശിക്കാർക്ക് സകല സുഖങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.